അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മീൻ പെരട്ടാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ മീൻ പെരട്ട് ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനുവേണ്ടി ഞാനിവിടെ എടുത്തേക്കുന്നത് 1/2 കിലോ മീനാണ്. ദശക്കട്ടിയുള്ള ഏത് മീൻ വേണേലും എടുക്കാം, അധികം മുള്ളില്ലാത്ത മീൻ. ആദ്യം നമുക്ക് നമ്മുടെ മീനിലേക്ക് കുറച്ച് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മുളക് പൊടി. ഞാനിവിടെ കാശ്മീരി ചില്ലി പൗഡറാണ് യൂസ് ചെയ്യണത്, നല്ലൊരു കളറിന് വേണ്ടിയിട്ട്. ഇപ്പം നിങ്ങളുടെ കയ്യിൽ കാശ്മീരി ചില്ലി പൗഡർ ഇല്ലെങ്കിൽ സാധാരണ മുളക് പൊടി എടുത്താലും മതി. അപ്പോൾ അത് നിങ്ങളുടെ എരിവിനനുസരിച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, കുറച്ച് നാരങ്ങ നീരും ചേർത്ത് കൊടുക്കാം. 2 ടീസ്പൂണോളം മതിയാകും. ഇനി നമ്മുടെ മീനിന് വേണ്ടിയ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തു. ഇനി നമുക്കിതിലേക്ക് ഒരു 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പം നമ്മുടെ മസാലയും മീനും എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തു. ഇനി ഒരു 30 മിനിറ്റ് ഇങ്ങനെ ഇരിക്കട്ടെ. അപ്പോഴേക്കും നമ്മുടെ മീനിലേക്ക് മസാലയൊക്കെ പിടിച്ചൊന്ന് സെറ്റായിട്ട് വരും. അപ്പോൾ എന്താ ഞാനൊരു പാത്രം എടുത്തിട്ടുണ്ട്. നമുക്കതിലേക്ക് കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ കാശ്മീരി ചില്ലി പൗഡറാണ് ചേർക്കുന്നത്. ഒരു 3 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്തിട്ടുണ്ട്. സാധാരണ മുളക് പൊടിയാണെങ്കിൽ ഇത്രയും ചേർക്കരുത്, എരിവ് കൂടിപ്പോവും. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, ഒരു 2-3 നുള്ള് ഉലുവാപ്പൊടി. ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇത് നമ്മൾ എണ്ണയിലിട്ടൊന്ന് വഴറ്റിയെടുക്കും. അപ്പോൾ പെട്ടെന്ന് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അത് കാരണമാണ് വെള്ളത്തിലൊന്ന് മിക്സ് ചെയ്ത് വെക്കണത്. ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചു. ഇതിവിടെ ഇരിക്കട്ടെ. ഇപ്പോൾ എന്താ ഞാനൊരു ചീനച്ചട്ടി വെച്ചിട്ടുണ്ട്. ചീനച്ചട്ടി അല്ലെങ്കിൽ നമ്മൾ സാധാരണ മീൻ കറി വയ്ക്കുന്ന ചട്ടി ആയാലും മതിയാവും. നമുക്കിതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണ ചൂടായിട്ട് വരുമ്പോൾ ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി വേണ്ടത് ഒരു 1.5 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത്, അതേപോലെ 1.5 ടേബിൾ സ്പൂൺ ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഒരു ലൈറ്റ് ഗോൾഡൻ കളറാകണം. തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി. അപ്പം എന്താ നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളി നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നന്നായിട്ട് തീ കുറച്ച് വയ്ക്കുക. ഇതിലേക്ക് നമ്മൾ ഇപ്പോൾ മിക്സ് ചെയ്ത് വെച്ച പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ചെറിയ തീയിൽ തന്നെ വെച്ചാൽ മതി. പൊടികളൊന്നും കരിഞ്ഞു പോകാൻ പാടില്ല. അത് കാരണം ലോ ഫ്ലെയിമിൽ തന്നെ വയ്ക്കണം. ഇതിൻ്റെ പച്ചമണം മാറണ വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. 1 മിനിറ്റൊക്കെ മതിയാകും. ഇപ്പം എന്താ നമ്മുടെ പൊടികളുടെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്കൊരു 2 കുടംപുളി ചേർത്ത് കൊടുക്കാം. 2 ചെറിയ കുടംപുളിയാണ്, കീറിയിട്ട് കൊടുക്കുവാണ്. കുറച്ച് കറിവേപ്പില കൂടെ ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തു. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. വെള്ളം ചേർക്കുമ്പോൾ പച്ചവെള്ളം ചേർക്കണ്ട, ചൂടുവെള്ളം തന്നെ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു 1.5 കപ്പോളം വെള്ളം ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. കുടംപുളി ഒരു 10 മിനിറ്റ് മുമ്പ് വെള്ളത്തിൽ കുതിർത്തിട്ടാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തത്. നമ്മൾ മീൻ മാരിനേറ്റ് ചെയ്ത് വയ്ക്കുന്ന സമയം കൊണ്ട് പുളിയും കൂടെ വെള്ളത്തിലിടുക. അപ്പം നന്നായിട്ട് കുതിർന്ന് വന്നോളൂ. ഇതൊന്ന് തിളച്ച് വരട്ടെ. ഇപ്പം അതായത് നന്നായിട്ട് തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതൊരു 5-6 മിനിറ്റ് നന്നായിട്ട് തിളച്ച് വരണം. നമ്മുടെ ചാറൊക്കെ ഒന്ന് കുറുകി വരണം. അപ്പോൾ ഇതിൽ നന്നായിട്ടൊന്ന് തിളയ്ക്കട്ടെ. അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇപ്പം എന്താ ഇത് നന്നായിട്ട് തിളച്ച് കുറച്ചൊന്ന് കുറുകിയിട്ടുണ്ട്. ഇപ്പം എന്താ അതിൻ്റെ എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. അത്യാവശ്യം നന്നായിട്ട് തിക്കായിട്ടുണ്ട്. ഇത്രയും മതിയാകും. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. അതിനു മുമ്പ് ഉപ്പും പുളിയൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുക. പുളി പാകമാണെങ്കിൽ നമുക്ക് ഈ പുളി എടുത്ത് മാറ്റാം. ഇപ്പം ഞാൻ തീ ഓഫ് ചെയ്തു. നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് നമ്മുടെ മീനൊന്ന് വറുത്തെടുക്കണം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു പാത്രം വെച്ചിട്ടുണ്ട്. നമുക്കതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണയൊന്ന് ചൂടായിട്ട് വരട്ടെ. എണ്ണ ചൂടായിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് നമ്മുടെ മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. ചെറിയ പാത്രമാണെങ്കിൽ 2 ബാച്ചായിട്ട് വറുത്തെടുത്താൽ മതി.
ഇനി നമ്മുടെ മീൻ നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. ചെറുതായിട്ടൊരു ബ്രൗൺ കളർ ആകണം. മീഡിയം ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. ഒരു സൈഡ് നന്നായിട്ട് മൂത്ത് വരട്ടെ, എന്നിട്ട് നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. ഇതാ ഒരു സൈഡ് മൂത്ത് വന്നിട്ടുണ്ട്, നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. ഇതാ നമ്മുടെ മീനൊക്കെ തിരിച്ചിട്ട് കൊടുത്തു. ഇനി ആ വശം കൂടെ നന്നായിട്ടൊന്ന് മുരിഞ്ഞ് വരട്ടെ. ഇപ്പം എന്താ നമ്മുടെ മീൻ നന്നായിട്ട് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇത്രയും മതിയാകും. ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇപ്പം നമ്മുടെ മീനൊക്കെ എടുത്ത് മാറ്റി. ഇനി അതേ എണ്ണയിലേക്ക് തന്നെ നമുക്ക് കുറച്ച് ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. ചെറിയ ഉള്ളിയുടെ അളവ് കപ്പളവിനാണെങ്കിൽ ഒരു 1/3 കപ്പ് ചെറിയ ഉള്ളി. കുറച്ച് കറിവേപ്പില കൂടെ ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് വഴന്ന് വരണം. ഇപ്പം എന്താ നമ്മുടെ ചെറിയുള്ളി അത്യാവശ്യം നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ചെറുതായിട്ടൊന്ന് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇത്രയും മതിയാവും. ഇനി ഇതിലേക്ക് നമുക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഗ്രേവി ഇല്ലേ, അത് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ തീ ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ വറുത്ത് വെച്ച മീനും കൂടെ ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. മീനൊന്നും പൊടിഞ്ഞു പോകാത്ത വിധം പതുക്കെ ഇളക്കി കൊടുത്താൽ മതി. നമ്മുടെ ഗ്രേവിയും മീനും എല്ലാം കൂടെ നന്നായിട്ടൊന്ന് യോജിച്ച് വരണം. മീനിലേക്ക് ഗ്രേവി നന്നായിട്ട് പെരണ്ട് വരണം. ഇപ്പോൾ 2-3 മിനിറ്റ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തു. ഇനി നമുക്കിതിലേക്ക് ഒരു 2 പച്ചമുളക് കട്ട് ചെയ്തിട്ട് കൊടുക്കാം. അതേപോലെ തന്നെ 1 ടീസ്പൂൺ വെളിച്ചെണ്ണ, കുറച്ച് കറിവേപ്പില കുറച്ച് കൂടുതൽ ചേർക്കുന്നുണ്ട്. ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് തീ ഓഫ് ചെയ്യാം. ഉപ്പൊക്കെ ചെക്ക് ചെയ്ത് നോക്കിയിട്ട് കുറവാണെങ്കിൽ ചേർത്ത് കൊടുക്കുക. ഇപ്പം ഞാൻ തീ ഓഫ് ചെയ്തു. അപ്പോൾ അത് ഇത്രയുള്ളൂ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള മീൻ പെരട്ട്. ഇത് നമ്മുടെ മീൻകറി പോലെ തന്നെയാണ്. ഇരിക്കും തോറുമാണ് ഇതിന് ടേസ്റ്റ് കൂടുതൽ. അപ്പോൾ ഉണ്ടാക്കിയ ഉടനെ സെർവ് ചെയ്യാതെ കുറച്ച് സമയം വച്ചിരുന്നിട്ട് സെർവ് ചെയ്യാൻ നോക്കുക. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങളൊന്നും അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമല്ല, താഴെ കാണുന്ന ചുമന്ന സബ്സ്ക്രൈബ് ബട്ടണിലൊന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അതിന് തൊട്ടടുത്തൊരു ബെല്ലൈക്കൻ വരും, അതും കൂടെ പ്രസ് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക. ഇനി പുതിയ റെസിപ്പി ആയിട്ട് വരുന്നവരേക്കും താങ്ക് യു സോ മച്ച്. ബൈ.